വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സാധാരണ KTM ചോദിക്കുന്ന പ്രോബ്ലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടേബിൾ തരും. എന്നിട്ട് ആ ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് തന്നിരിക്കുന്ന ഒരു സാമ്പിൾ എക്സാമ്പിൾ തന്നിട്ട് എങ്ങനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് വരിക, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഫൈനൽ ഡിസിഷൻ വരിക എന്ന് ചോദിക്കാം. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് എക്സാമ്പിൾ തന്നിട്ട്, ഒരു സെറ്റ് ഓഫ് ലേബിൾസ് തന്നിട്ട്, ഈ സെറ്റ് ഓഫ് ലേബിളിൽ ആ പെർട്ടിക്കുലർ എക്സാമ്പിളിൽ എന്താണ് വരിക. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ബൈസ് കമ്പ്യൂട്ടറൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോബ്ലം ചെയ്തിട്ടില്ലേ. തന്നിരിക്കുന്നതിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ, ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ബൈ ചെയ്യോ ഇല്ലയോ, ഏത് ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരാണ് കമ്പ്യൂട്ടർ ബൈ ചെയ്യുക, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ളതാണ് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടില്ലേ. അതേപോലത്തെ പ്രോബ്ലംസ് ആണ് ഇതിൽ വരിക. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ ഏജ് ഉണ്ട്, ഇൻകം ഉണ്ട്, സ്റ്റുഡന്റ് റേറ്റിംഗ് ഉണ്ട്, അതുപോലെ ക്രെഡിറ്റ് റേറ്റിംഗ്. ഇത്രയും വെച്ചിട്ട് അവര് കമ്പ്യൂട്ടർ ബൈ ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ, ബൈസ് കമ്പ്യൂട്ടർ എസ് ആണോ നോ ആണോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. റൈറ്റ്. ഒരു സെക്കൻഡ് എടാ, ഒറ്റ സെക്കൻഡ്.
മിസ്സേ ഓഡിയോ ഇല്ല. ഹലോ, അയ്യോ ഓഡിയോ ഇല്ല, സോറിടാ. അപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല? കൊറേ നേരമായി ഓഡിയോ പോയിട്ട്? ഹലോ ഇല്ല, കുറച്ച് നേരമായി. ഹലോ, ഓക്കെ ഓക്കെ. അപ്പോ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ കാണുന്നില്ലേ നിങ്ങൾ? ക്ലാസ് ലേബിൾഡ് ട്രെയിനിങ് ട്യൂപ്പിൾസ്. ഇതാണ് തന്നിരിക്കുന്ന എക്സാമ്പിൾ. നമുക്ക് ഇത് വെച്ചിട്ടാണ് ബയസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിൽ എത്ര എണ്ണം ഉണ്ട്? സാമ്പിൾസ് എത്ര എണ്ണം ഉള്ളത്? ടോട്ടൽ പി എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ എസ് എത്ര എണ്ണം ഉണ്ട്? നോ എത്ര എണ്ണം ഉണ്ട്? നമ്പർ ഓഫ് പി ആൻഡ് നമ്പർ ഓഫ് എസ് പറയാം. നമ്മൾ പിയും എസും പറഞ്ഞിട്ടില്ല. ഇത് കാണുന്നില്ലേ? ഇമേജ് കാണുന്നില്ലേ? ഓക്കെ, ഉണ്ട്, കാണുന്നുണ്ട്. എത്ര വൈസ് കമ്പ്യൂട്ടർ എസ് എന്ന് പറയുന്ന എത്ര സാമ്പിൾ ഉണ്ട്, വൈസ് കമ്പ്യൂട്ടർ നോ എത്ര സാമ്പിൾ ഉണ്ട് എന്ന് പറയും. നോക്കൂ, നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് പറയും. അഞ്ച്. ഓക്കെ, 5 നോയും ടോട്ടൽ 14 സാമ്പിൾ ഉണ്ട്. 9 പിയും 5 എൻ. അതായത് നമ്മൾ പറയാണ് വൈസ് കമ്പ്യൂട്ടർ എസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ എഴുതുവാണ്, വൈസ് കമ്പ്യൂട്ടർ എസ് എന്ന് പറയുന്നത് 9 അല്ലേ? 9ഉം വൈസ് കമ്പ്യൂട്ടർ നോ എന്ന് പറയുന്നത് എത്ര എണ്ണം? 5 എണ്ണം ഉള്ളത്. ടോട്ടൽ എത്ര സാമ്പിൾസ് ഉള്ളത്? 14. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ് ദ നെയിൽ ബയസ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ടു ഐഡന്റിഫൈ. നോക്കിക്കോ, നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ്സസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ഐഡന്റിഫൈ ദ കണ്ടീഷൻ ഓഫ് എസ് ഓർ നോ ഫോർ ബയസ് കമ്പ്യൂട്ടർ. തന്നിരിക്കുന്ന ക്ലാസ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ് എന്ന് പറഞ്ഞാൽ ഏജ്, യൂത്ത്, ഇൻകം, medium, student, yes, credit rating, fair. Credit rating is equal to fair. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ നിങ്ങൾക്ക് മനസ്സിലായി? നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ്സസ് എന്തൊക്കെയുണ്ട്? എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്? ഏജ് ഉണ്ട്, ഇൻകം ഉണ്ട്, സ്റ്റുഡന്റ് ഉണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. ഇത്രയും 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ 4 ആട്രിബ്യൂട്ടിലും ഓരോന്നിനും ഓരോ വാല്യൂസ് ഉണ്ടല്ലോ. ഏജിന് തന്നെ 3 വാല്യൂസ് ഉണ്ട്. ഏതൊക്കെ? യൂത്ത് ഉണ്ട്, മിഡിൽ ഏജ്ഡ് ഉണ്ട്, സീനിയർ ഉണ്ട്. അതുപോലെ ഇൻകത്തിനുണ്ട്, സ്റ്റുഡന്റിന് എസ്ഒർനോ ഉണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗ് എക്സലന്റ് ആൻഡ് ഫെയർ. അങ്ങനെ ഡിഫറെന്റ് വാല്യൂസ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തന്നിരിക്കുന്ന സെറ്റ് വെച്ചിട്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ, ആ പെർട്ടിക്കുലർ പേഴ്സൺ, ആ പെർട്ടിക്കുലർ ഏജ് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടെസ്റ്റ് സാമ്പിളിലുള്ള ആൾക്കാർ, ഏത് ടെസ്റ്റ് സാമ്പിൾ? ഏജ്, യൂത്ത്, ഇൻകം, മീഡിയം, സ്റ്റുഡന്റ് ഏജ്, ക്രെഡിറ്റ് റേറ്റിംഗ്, ഫെയർ. ഈ ആൾക്കാർ കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ ചാൻസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രയർ പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ചെയ്യേണ്ടത് പി ഓഫ്, നമുക്കറിയാലോ പ്രയർ പ്രോബിലിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? വൈസ് കമ്പ്യൂട്ടർ എസിന്റെ പ്രോബിലിറ്റി നോക്കുക. വൈസ് കമ്പ്യൂട്ടർ ഈക്വൽ ടു എസ്. അതുപോലെ പി ഓഫ് വൈസ് കമ്പ്യൂട്ടർ ഈക്വൽ ടു നോന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. റൈറ്റ്? അപ്പോൾ വൈസ് കമ്പ്യൂട്ടർ എസ് എന്ന് പറയുന്നത് എത്ര പ്രോബിലിറ്റി ഉണ്ടത്? നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്, 9ഉം 5ഉം ആണ്. ടോട്ടൽ 14 എണ്ണാണല്ലോ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എസിൻ്റെത് 9 ആയതുകൊണ്ട് 9/14. നോൻ്റെത് പ്രോബിലിറ്റി 5 ആയതുകൊണ്ട് 5/14 എന്ന് കിട്ടും. ഈ 9/14 5/14 വാല്യൂ നിങ്ങൾ പറ, കാൽക്കുലേറ്റ് ചെയ്തിട്ട്. കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നല്ലേ? എത്ര കിട്ടുമെന്ന് പറ.
0.643 എന്നുള്ളത് എസിൻ്റെത് കിട്ടും. നോൻ്റെതോ 0.357 കിട്ടും അല്ലേ. 0.35 ആണ്, 0.357 ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ. അപ്പൊ ഇതെന്താ ചെയ്തെന്ന് മനസ്സിലായല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ ബൈസ് എസ് ആണ്. അപ്പോൾ ബൈസ് കമ്പ്യൂട്ടർ എസിന്റെയും ബൈസ് കമ്പ്യൂട്ടർ നോന്റെയും പ്രോബിലിറ്റി കണ്ടുപിടിച്ച് വെച്ചു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ആട്രിബ്യൂട്ട് ഏതാ? ഏജ് അല്ലേ. ഏജ് അല്ലേ ആദ്യത്തെ ആട്രിബ്യൂട്ട്. ഏജ് കൺസിഡർ ചെയ്യേണ്ടത് ഏത് വാല്യൂ ആണ്? യൂത്ത് മാത്രം. റൈറ്റ്. അപ്പൊ ഞാൻ സെക്കൻഡ് പേജിൽ എഴുതുവാണ്. കൺസിഡർ ആട്രിബ്യൂട്ട് ഏജ്. ഏത് വാല്യൂ? ഏജിൽ ഏതാ നോക്കേണ്ടത്? ടെസ്റ്റ് സാമ്പിൾ തന്നിരിക്കുന്നത് ഏതാ? യൂത്ത് അല്ലേ. ഏജ് ഈക്വൽ ടു യൂത്ത് എന്നല്ലേ തന്നിട്ടുള്ളത് ടെസ്റ്റ് സാമ്പിളില്. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട എക്സാമ്പിളില് ഏജ് ഈക്വൽ ടു യൂത്ത്. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? നമ്മളെ നോർമൽ നമ്മൾ അൽഗോരിതത്തിലേക്ക് പോവാം. യൂത്ത് എത്ര യൂത്ത് ഉണ്ടെന്ന് നോക്കിയേ. തന്നിരിക്കുന്ന എക്സാമ്പിളില് ഹൗ മെനി യൂത്ത് സാമ്പിൾസ് ആർ ദേർ? എത്ര യൂത്ത് ഉണ്ട്? 1 2 3 4 5 5 അല്ലേ. ടോട്ടൽ 5 അല്ലേ ഉള്ളത് അല്ലേടാ? ആൻസർ ചെയ്യും മക്കളെ. 5. ഓക്കെ ശരി. അപ്പൊ ഞാൻ എഴുതുവാണ്. യൂത്തിന്റെ വാല്യൂ 5 അല്ല 5. അതിൽ എത്ര എസ് എത്ര നോ? എത്ര നോ? യൂത്തില് എസ് എത്ര നോ എത്ര? നോക്കുക. യൂത്ത് നോ 1, യൂത്ത് നോ 2. ഇനി യൂത്ത് നോ ഉണ്ടോ? അതായത് യൂത്തിനോ അല്ലേ. യൂത്ത് നോ 3. യൂത്ത് എസ് എത്ര? അപ്പൊ യൂത്ത് എസ് എത്ര ഉണ്ടായിരിക്കും, അത് ഉറപ്പല്ലേ അല്ലെ. എല്ലാരും റെസ്പോണ്ട് ചെയ്യും മക്കളെ. അപ്പോ നോ എന്ന് പറയുന്നത് 3, എസ് 2. കിട്ടിയല്ലോ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് കണ്ടുപിടിക്കണം. എന്തിന്റെ പ്രോബിലിറ്റി വേണ്ടത്? പി ഓഫ് ഏജ് ഈക്വൽ ടു യൂത്ത്. ഏജ് ഈക്വൽ ടു യൂത്ത് വാസ് ബൈസ് കമ്പ്യൂട്ടർ എഫ്. അതുപോലെ പി ഓഫ് ഏജ് ഈക്വൽ ടു യൂത്ത്. ഏജ് ഈക്വൽ ടു യൂത്ത് മാത്രമേ വേണ്ടൂ. എന്തുകൊണ്ട്? നമ്മുടെ ടെസ്റ്റ് സാമ്പിളിൽ യൂത്ത് അല്ലേ തന്നിട്ടുള്ളത്. ഇവിടെ യൂത്ത് അല്ലേ വാല്യൂ ഉള്ളത്. അതുകൊണ്ട് യൂത്ത് മാത്രമേ നമുക്ക് വേണ്ടൂ. ഏജ് ഈക്വൽ ടു യൂത്ത് ബാർ ബൈസ് കമ്പ്യൂട്ടർ നോയുടെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. ബൈസ് കമ്പ്യൂട്ടർ എസ് എത്രയാ പ്രോബിലിറ്റി വരുന്നത്? ടോട്ടൽ എസിന്റെ പ്രോബിലിറ്റി എത്രയാ? ടോട്ടൽ എസ് എത്രയാ? 9 അല്ലേ. അപ്പൊ ടോട്ടൽ എസ് 9 ആയതുകൊണ്ട് 9. ഇവിടെയുള്ള എസ് എത്രയാ? ഇവിടെയുള്ള എസ് എത്രയാ? 2 അല്ലേ. ഇവിടെയുള്ള എസ് എത്രയാ? 2 അല്ലേ. 2/9. അപ്പൊ ഇവിടെ എന്താ വരിക? പ്രോബിലിറ്റി ഓഫ് ഏജ് യൂത്ത് ബൈസ് കമ്പ്യൂട്ടർ നോന്റെ പ്രോബിലിറ്റി എത്ര വരിക പറഞ്ഞാൽ നിങ്ങൾ? 3/9. നോണ്ടത് നോ 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 എത്രയുള്ള ടോട്ടൽ സാമ്പിളില്? ടോട്ടൽ സാമ്പിളിൽ നോ എത്ര ഉണ്ട്? 3/5. യെസ് യെസ് എക്സാക്ട് 3/5. അതെ 3/5. എങ്ങനെ ഈ 5ഉം 9ഉം കിട്ടിയെന്നറിയാലോ. നമുക്ക് എസ് ആണ് വേണ്ടത്. ടോട്ടൽ പ്രോബിലിറ്റി ഓഫ് എസ് എത്രയാ? 9. ടോട്ടൽ പ്രോബിലിറ്റി ഓഫ് നോ എത്രയാ? അത് നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 14 സാമ്പിളിൽ 9 എസ് 9 നോ ഉള്ളത്. അതാണ് ഇവിടെ എഴുതേണ്ടത്. 9/5. പിന്നെ ഈ 2ഉം 3 എഴുതി. ഇനി 2/9 3/5 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു. മനസ്സിലാവുന്നില്ലേ? അതുൽ, ഫജർ, മിഥിലാജ്, സർഗ, ഷബ്ന, വിഷ്ണു. 0.222. ഓക്കെ 0.222. 3/5 0.60 റൈറ്റ്. അപ്പൊ ഇതൊക്കെ ആയാലോ. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിലോ അടുത്ത നോക്കുക. അടുത്ത കൺസിഡർ ചെയ്യേണ്ടത് ഏതാ? ഏത് ആട്രിബ്യൂട്ടാ? ഇൻകം. ഇൻകത്തിന്റെ വാല്യൂ ഏത് വാല്യൂ ഉള്ള ഇൻകം ആ നോക്കണ്ടേ? മീഡിയം. ഓക്കെ. അപ്പൊ നോക്കുക, സാമ്പിൾ നോക്കുക. ഇൻകം മീഡിയം നോക്കൂ. ഇൻകം മീഡിയം എത്ര എണ്ണം ഉണ്ട് സാമ്പിളിൽ നോക്കൂ.
മീഡിയം എത്ര സാമ്പിൾ ഉണ്ട് ടോട്ടൽ? മീഡിയം 6 എണ്ണം ഉണ്ട്. അതിൽ എസ് എത്ര, നോ എത്ര? ഞാൻ പറയാം സമയമില്ല. മീഡിയം എസ് നോക്കൂ. മീഡിയം എസ് 4ഉം നോ 2ഉം. യെസ്, കറക്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്തതിൽ ഞാൻ എഴുതുവാണ്. കൺസിഡർ ആട്രിബ്യൂട്ട് മീഡിയം. മീഡിയത്തിൽ ടോട്ടൽ 6 സാമ്പിൾസ് ഉണ്ട്. അതിൽ എസ് എന്ന് പറയുന്നതും നോ എന്ന് പറയുന്നതും. എസ് 4, നോ 2. റൈറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യും? പ്രോബബിലിറ്റി ഓഫ് ഇൻകം ഈസ് ഈക്വൽ ടു മീഡിയം ബാർ ഏത് നോക്കും? ബൈസ് കമ്പ്യൂട്ടർ എസും അതുപോലെ പി ഓഫ് ഇൻകം ഈസ് ഈക്വൽ ടു മീഡിയം ബൈസ് കമ്പ്യൂട്ടർ നോയും. ഇതിന് പ്രോബിലിറ്റി എത്രയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞു എത്രയാ വാല്യൂ വരും? ഇൻകം ഈക്വൽ ടു മീഡിയം ബൈസ് കമ്പ്യൂട്ടർ എസിന്റെ പ്രോബിലിറ്റി എങ്ങനെ കിട്ടാന്ന് പറ? 4/9. വെരി ഗുഡ്. 4/9. എങ്ങനെ? ഈ 9 എന്ന് പറഞ്ഞ ടോട്ടൽ, ഇവിടെയുള്ള 4. ഇനി നോന്റേതോ? 2/5. ഗുഡ് ഗുഡ്. 2/5. അപ്പോൾ വാല്യൂ ഞാൻ ഓൾറെഡി പറയാം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 0.444 എന്നാണ് ഇത് കിട്ടുക. 2/5ന്റെ വാല്യൂ എത്രയാ? 2/5ന്റെ വാല്യൂ 0.40. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ആയല്ലോ. നമുക്ക് ഇത് കഴിഞ്ഞു, ഇതും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ ഉള്ളത്? സ്റ്റുഡന്റ് ഈക്വൽ ടു എസ് എന്ന്. റൈറ്റ്. അപ്പൊ ഇനി അതിന് ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. കൺസിഡർ ഏത് ആട്രിബ്യൂട്ട്? കൺസിഡർ ആട്രിബ്യൂട്ട് സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് ടോട്ടൽ എത്ര സാമ്പിളിൽ എത്ര ഉണ്ട്? എസിന്റെ എത്ര ഉണ്ട്? നോ എത്ര ഉണ്ട് നോക്കാം. എസ് എത്ര, നോ എത്ര? വേഗം കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. സ്റ്റുഡന്റ് ഈക്വൽ ടു എസ് ഉള്ളത് എത്ര ഉണ്ട് നോക്കാം. കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 അല്ലേ? 7 അല്ലേ? 7. 7ല് എത്ര എസ്? ടോട്ടൽ 7. അതിൽ എത്ര എസ്? നോക്കൂ, എസ് എത്ര ഉണ്ട്? 1 2 3 4 5 6 ഉള്ളൂ. സ്റ്റുഡന്റ് എസ് 7 ഉണ്ട്. അതില് 6 എസും 1 നോയും അല്ലേ? നോക്കി സാമ്പിൾ നോക്ക്. യെസ് യെസ് 1, യെസ് നോ 1, 6 എസ് 1 നോയും അല്ലേ? എസ് 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 1 ഒറ്റൊരു നോ മാത്രം. 1 2 3 4 5 6 6 6 1 നോ അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യണം? പി ഓഫ് സ്റ്റുഡന്റ് ഈക്വൽ ടു എസ് ബാർ ബൈസ് കമ്പ്യൂട്ടർ എസിന്റെ പ്രോബിലിറ്റി എത്ര വരും? അതുപോലെ പി ഓഫ് സ്റ്റുഡന്റ് ഈക്വൽ ടു നോ അല്ല സ്റ്റുഡന്റ് ഈക്വൽ ടു എസ് ബൈസ് കമ്പ്യൂട്ടർ നോന്റെ പ്രോബിലിറ്റിയും പറ. രണ്ടിനും പ്രോബിലിറ്റി പറയും. Hmm. 6/9. വെരി ഗുഡ്. മറ്റേത് 1/5. വെരി ഗുഡ്. ഗുഡ് ഗുഡ്. ഇപ്പൊ എന്ത് കിട്ടും? ഇത് 0.667 എന്ന് കിട്ടും. ഈ വാല്യൂ 0.200 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ള എല്ലാ കാറ്റഗറി ആയില്ലല്ലോ. ഇതൊന്നും കൂടി ഇല്ലേ? നമ്മുടെ സാമ്പിളിൽ തന്നിരിക്കുന്ന ടെസ്റ്റ് സാമ്പിളിൽ 3 എണ്ണം അല്ലേ ആയിരുന്നു? നാലാമത്തെ എന്താ? സ്റ്റുഡന്റ് എസ് ആയി. ഇനി ക്രെഡിറ്റ് റേറ്റിംഗ് ഫെയർ ഉള്ളത് നോക്കണം. ക്രെഡിറ്റ് റേറ്റിംഗ് ഫെയർ ഉള്ള കാറ്റഗറി
നമ്മൾ പറഞ്ഞ ക്രെഡിറ്റ് റേറ്റിംഗ് എത്രയുണ്ട്, അതിൽ ടോട്ടൽ എസ് എത്ര, നോ എത്ര എന്ന് പറഞ്ഞു. കിട്ടിയാ? കിട്ടിയാടാ കറക്റ്റ്? എസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ക്രെഡിറ്റ് റേറ്റിംഗ് ടോട്ടൽ 8 അല്ലേ ഉള്ളത്? ക്രെഡിറ്റ് റേറ്റിംഗ് 8 ആണ് ഉള്ളത്. ആ 8. 8-ല് 6 എസും 2 നോയും അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ അറിയാലോ, അടുത്ത പേജിൽ പോവാം. അടുത്ത പേജിൽ എഴുതാം ക്രെഡിറ്റ് റേറ്റിംഗ് ഫെയർ ടോട്ടൽ ഏജ്, അതിൽ എസ് നോ. ഇത് ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രോബിലിറ്റി വാല്യൂ എഴുതുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. പി ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഈക്വൽ ടു ഫെയർ ബാർ ബൈസ് കമ്പ്യൂട്ടർ ഈസ് ഈക്വൽ ടു യെസ്. അതുപോലെ പി ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഫെയർ ബാർ ബൈസ് കമ്പ്യൂട്ടർ നോ അല്ലേ? അപ്പൊ എന്താ വാല്യൂ വരിക? ആദ്യത്തെ 6/9 വരും, രണ്ടാമത്തതിന്റെ 2/5 വരും. ഓക്കെ, നേരത്തെ വാല്യൂ തന്നെ 0.667ഉം 0.400 കിട്ടും ഈ വാല്യൂസ്. ഓക്കെ ആയല്ലോ? ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. എന്താ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് പി ഓഫ് എക്സ് ഗിവൺ ബൈസ് കമ്പ്യൂട്ടർ എസിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ബൈസ് കമ്പ്യൂട്ടർ ഈക്വൽ ടു എസ് എന്ന് വെച്ചാൽ എന്താ? അതിന്റെ മീനിങ് എന്താ? അതായത് പി ഓഫ് ഏജ് ഈക്വൽ ടു യൂത്ത് ബാർ ബൈസ് കമ്പ്യൂട്ടർ എസ് ഈക്വൽ ടു എസ്. അതുപോലെ പി ഓഫ് ഇൻകം ഈസ് ഈക്വൽ ടു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഓരോ പേജിലും കാൽക്കുലേറ്റ് ചെയ്ത എസ് ഇല്ലേ? ഏതൊക്കെ? ഫസ്റ്റ് പേജ് എടുത്ത് നോക്കുക. യൂത്ത്, പി ഓഫ് ഏജ് ഈക്വൽ ടു യൂത്ത് ബൈസ് കമ്പ്യൂട്ടർ എസ്. അതുപോലെ അടുത്ത പേജിൽ പി ഓഫ് സ്റ്റുഡന്റ് ഈക്വൽ ടു എസ്. പിന്നെ ഉള്ളത് പി ഓഫ് ഇൻകം ഈക്വൽ ടു മീഡിയം. പിന്നെ പി ഓഫ് ക്രെഡിറ്റ് ഫെയർ ബൈസ് കമ്പ്യൂട്ടർ എസ്. ഇത് ഓരോന്നിലും എസ് ഇല്ലേ? ആ ടോട്ടൽ എസിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാമോ? അപ്പൊ എന്ത് കിട്ടും? പി ഓഫ് ഏജ് ഈക്വൽ ടു ബൈസ് കമ്പ്യൂട്ടർ, ഇൻകം ഈസ് ഈക്വൽ ടു മീഡിയം ബാർ ബൈസ് കമ്പ്യൂട്ടർ ഈസ് ഈക്വൽ ടു എസ്. അടുത്തതോ പി ഓഫ് സ്റ്റുഡന്റ് ഈക്വൽ ടു എസ് ബൈസ് കമ്പ്യൂട്ടർ എസ് ഇൻറ്റു പി ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ്. 4 കാറ്റഗറി അല്ലേ നമുക്ക് ഫസ്റ്റിലത്തെ സാമ്പിളിൽ തന്നിട്ടുള്ളത് അല്ലേ? ഇതിൽ 1, 2, 3, 4, 5 എണ്ണം ഉണ്ട് അല്ലേ? 5 എണ്ണം. ഏജ്, ഇൻകം, സ്റ്റുഡന്റ്, ക്രെഡിറ്റ് റേറ്റിംഗ് അല്ല 4 എണ്ണം. യൂത്ത്, ഇൻകം, സ്റ്റുഡന്റ്, ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഈസ് ഈക്വൽ ടു ഫെയർ ബാർ ബൈസ് കമ്പ്യൂട്ടർ എസ്. അത് ഓരോന്നിന്റെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഏജ് ഈക്വൽ ടു യൂത്ത് ബാർ ബൈസ് കമ്പ്യൂട്ടർ എസ് എത്ര കിട്ടുന്നത്? 0.022 അല്ലേ? 0.22 ആ വാല്യൂ. 0.22 ഇൻറ്റു ഇൻകം ഈസ് ഈക്വൽ ടു മീഡിയം ബൈസ് കമ്പ്യൂട്ടർ എസ് എന്നത് 0.44. 0.44 ഇൻറ്റു അടുത്തത് എന്താ വരിക? ബൈസ് സ്റ്റുഡന്റ് ഈക്വൽ ടു എസ് 0.667 റൈറ്റ്? 0.667 ഇൻറ്റു ക്രെഡിറ്റ് റേറ്റിംഗ് ഫെയർ ആയാലേ, ക്രെഡിറ്റ് റേറ്റിംഗ് ഫെയർ ബൈസ് കമ്പ്യൂട്ടർ എസിൻ്റെത് 0.667. ഇപ്പൊ എന്ത് കിട്ടും? ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയാമോ എന്നോട് പെട്ടെന്ന്? അറിയോ? പെട്ടെന്ന് പറയോ? യെസ്, 0.043. ഇതുപോലെ എന്ത് ചെയ്യണം? അടുത്തതും കൂടെ ചെയ്യണം. ഏത്? പി ഓഫ് എക്സ് ഗിവൺ ബൈ കമ്പ്യൂട്ടർ നോയും
ബൈസ് കമ്പ്യൂട്ടർ ഈക്വൽ ടു നോ. ആ ഞാൻ ഫുൾ സ്റ്റെപ്പ് എഴുതുന്നത്. ഏതൊക്കെ നോ വരും? ഏജ് ഈക്വൽ ടു യൂത്ത് ബൈസ് കമ്പ്യൂട്ടർ നോ. ഏജിൻ്റെത് ഏജ് നോ ആവുന്ന കാറ്റഗറി ഇൻറ്റു മീഡിയം ബാർ നോ. ഉള്ള ഓരോന്നുമില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് സെക്കൻഡ് ഓരോ എക്സാമ്പിൾ സെക്കൻഡ് കേസ് ബൈ കമ്പ്യൂട്ടർ നോ, അതിന്റെ ഓരോന്നിന്റെയും വാല്യൂസ് ഒക്കെ ഞാൻ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടിയ വാല്യൂ ഞാൻ ഒന്ന് എടുത്ത് എഴുതാം. 0.600, 0.400, 0.200, 0.400 ഇങ്ങനെ കേട്ടോ കിട്ടുന്നത്. ഓക്കെ, ലാസ്റ്റ് വാല്യൂ നോക്കിയാൽ മതി. 0.400, 0.200, 0.400, 0.60 അതാണ്. ശരിയല്ലേ? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും 0.019. ഓക്കെ, ഇതിൽ ഏതിന്റെ പ്രോബിലിറ്റി ആണ് കൂടുതൽ? പി ഓഫ് എക്സ് ബാർ ബൈസ് കമ്പ്യൂട്ടർ എസിന്റെ പ്രോബിലിറ്റിയും പി ഓഫ് എക്സ് ഗിവൺ ബൈസ് കമ്പ്യൂട്ടർ ഈക്വൽ ടു നോ ഈക്വൽ ടു എസ് ആണ്. ഈക്വൽ ടു എസ്. രണ്ടിനും പ്രോബിലിറ്റി വാല്യൂ എത്ര കിട്ടുന്ന എടുത്ത് എഴുതി നോക്കിയേ നിങ്ങൾ. ആദ്യത്തെ വാല്യൂ കിട്ടുന്ന 0.044 അല്ലേ? രണ്ടാമത്തെ വാല്യൂ കിട്ടുന്നത് 0.019. അപ്പൊ ഇതിൽ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഏതാ? .044 അല്ലേ? അപ്പൊ ഇത് ഏതിലേക്ക് ക്ലാസിഫൈ ചെയ്യും? ബൈസ് കമ്പ്യൂട്ടർ എസിലേക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യും. അപ്പോ ഏത് ക്ലാസ്സിലേക്ക് വരും? ബൈസ് കമ്പ്യൂട്ടർ എസിലേക്ക് വരും. ക്ലിയർ ആയോ ഈ പറഞ്ഞത്? പറഞ്ഞ എക്സാമ്പിൾ എല്ലാവർക്കും ക്ലിയർ ആയോ? പറയടാ, റെസ്പോണ്ട് ചെയ്തേ. അഭിനവ്, അൻസർ, ഷബ്ന, അനുശ്രീ, ശ്രീരാജ്, ഫജർ, സുബിൻ രാജ്, അമൃത, അശ്വതി, ജിതിന, ഹരിത. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോ ഇങ്ങനെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പ്രോബ്ലംസ് ചോദിക്കുക. ഇങ്ങനെ ഒരു ടേബിൾ തരും, ഇതിന്റെ ടേബിൾ വന്നിട്ട് ഇത് ഏതിലേക്ക് ക്ലാസിഫൈ ചെയ്യും എന്ന് ചോദിക്കും. എളുപ്പല്ലേ? അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ശരി, അപ്പൊ ഇനി ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. അത് അടുത്ത ക്ലാസ്സിൽ. അപ്പൊ എന്തൊക്കെയാ? അപ്പൊ നമ്മൾ ഇതും പ്രോബബിലിറ്റി വാല്യൂ ആയിട്ട് എങ്ങനെയാ ചെയ്ത് നോക്കിയത്? നമ്മൾ ഏതൊക്കെയാ കണ്ടുപിടിച്ചത്? ആദ്യം പി ഓഫ് എക്സ് ക്യൂ വൺ എക്സ്, പി ഓഫ് നമുക്കിപ്പം നമുക്ക് ചെയ്തിരിക്കുന്ന വാല്യൂസ് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? ബൈസ് കമ്പ്യൂട്ട് ഏജിന്റെ വാല്യൂ നോക്കൂ. എച്ച് ഏതാ? തന്നിരിക്കുന്ന ആട്രിബ്യൂട്ട് വാല്യൂ. ഇവിടെ നോക്കിയേ, പി ഓഫ് എച്ച് ഗിവൺ എക്സ് അല്ലേ നമ്മൾ ആദ്യം ചെയ്തത്. ഈ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏത് ആട്രിബ്യൂട്ട്? ഏജ് ഈക്വൽ ടു യൂത്ത്, ഇൻകം ഈക്വൽ ടു മീഡിയം. എക്സ് എന്ന് വെച്ചാൽ ഏതാ? നമ്മുടെ എവിഡൻസ്. എക്സ് പി ഡാറ്റ സാമ്പിൾ ഏത് ക്ലാസ് ലേബിൾ ആണ്? ബൈസ് കമ്പ്യൂട്ടർ എസ് ആണോ ബൈസ് കമ്പ്യൂട്ടർ നോ ആണോ? ഇവിടെയുള്ള എക്സ് എന്ന് വെച്ചാൽ. ഇനി എക്സ് ബൈ എച്ച് എന്ന് വെച്ചാൽ എന്താ വരിക? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ഓരോരോ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തേ. എക്സ് ബൈ ബൈസ് കമ്പ്യൂട്ടർ എസ് ആണോ, പി ഓഫ് എക്സ് ബൈ ബൈസ് കമ്പ്യൂട്ടർ നോ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ ലാസ്റ്റ് വാല്യൂ? അത്. ഇനി ഇവിടെ ഒരു പി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നില്ലേ? അത് ആക്ച്വലി നമ്മൾ ആ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? രണ്ടിലും സെയിം തന്നെയല്ലേ വരിക. നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടെങ്കിൽ വാല്യൂല് വലിയ ഡിഫറൻസ് വരില്ലല്ലോ. ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസിൽ എക്സ് പി ഓഫ് എക്സ് ബൈ ബൈസ് കമ്പ്യൂട്ടർ ഈക്വൽ ടു എസ് ബൈ പി ഓഫ് എക്സ് എന്നും കൂടെ വേണം ഇവിടെ ഇരിക്കും. അതല്ലേ നമ്മുടെ ഇക്വേഷൻ പ്രകാരം. നമ്മുടെ ഇക്വേഷൻ എന്താ? പ്രയർ പ്രോബിലിറ്റിന്റെ ഇക്വേഷൻ എന്താ? പി ഓഫ്, മനസ്സിലായിട്ട് നോക്കൂ, പി ഓഫ് എക്സ് ബൈ എച്ച് ഇൻറ്റു പി ഓഫ് എച്ച് ബൈ പി ഓഫ് എക്സ് അല്ലേ? ഈ പി ഓഫ് എക്സ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എന്തില്ല രണ്ടിലും ഒരേ പി ഓഫ് എക്സ് അല്ലേ വരുന്നത്. പി ഓഫ് എക്സ് കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട്, അത്രേ ഉള്ളൂ. ഓക്കെ,
ക്ലിയർ ആയല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പൊ ഇത്ര ടൈം അല്ലേ? ശരി. അപ്പോ ഒന്ന് അറ്റൻഡൻസ് പറയൂ. എല്ലാവരും പ്രസന്റ് ആണോ? അഭിലാഷ്, അഭിനവ്, ഒരു സെക്കൻഡ്. എല്ലാവരും ആയോ? അഭിലാഷ്, അഭിനവ്, അൻസബ്, അനുശ്രീ, അർജുൻ, അശ്വിൻ, അതുൽ ദിനേശ്, അതുൽ സത്യപാൽ, ഫെബിന, അതുൽ സത്യപാൽ, ഫെബിന ഇല്ല, ഫജർ കണ്ടായിരുന്നല്ലോ, ഫെബിന, ഫജർ, ഓക്കെ, ജാസിം, മിഥിലാജ്, മൃദുല, മുഹമ്മദ് ജാസിൽ, റമീസ്, ജാസിലില്ല, ഓക്കെ, റമീസ്, ശരത്, സർഗ, ഷബ്ന, സൗരഭ്, ശ്രീരാജ്, സുബിൻ രാജ്, വിഷ്ണു, അമൃത, അശ്വതി, ദിതിന, ഹരിത, അമൽ സന്തോഷ്, ശരി. അപ്പോൾ ഈ ഇന്ന് ചെയ്ത പ്രോബ്ലം ഞാൻ നിങ്ങളുടെ നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ചെയ്ത ആ ടെക്സ്റ്റ് സാമ്പിൾ തരാം. ഓക്കെ, അടുത്തവരാരാ? മധുസാരാ?